അങ്ങനെ ഭരണത്തിൻ്റെ എല്ലാ മേഖലയും അതിഭീകരമായിട്ടുള്ള അഴിമതിയാണ്. എല്ലാ മേഖലയും കൂപ്പുകുത്തുന്നു. വിലക്കയറ്റമാണെങ്കിൽ അത് രൂക്ഷമായ വിലക്കയറ്റം. എന്ത് കാര്യത്തിനും ആൾക്കാർക്ക് വലിയ പൈസ കൊടുക്കേണ്ടി വരുന്നു. നാണയത്തിൻ്റെ വിലയാണെങ്കിൽ അങ്ങനെ ഇടിഞ്ഞ് താന്നു. ഇതിനിടയ്ക്ക് കൃഷിയൊക്കെ പല പല രീതിയിലുള്ള പുതിയ കൃഷിയൊക്കെ അവലംബിച്ച് നോക്കിയിട്ട് അതെല്ലാം വലിയ വലിയ പരാജയമായിട്ട് മാറുന്നു. ആമാലവൃദ്ധം ജനങ്ങളും റോഡിലേക്ക് ഇറങ്ങുകയാണ്. പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് അങ്ങ് ഇരച്ചു കയറി വീടൊക്കെ അങ്ങ് കത്തിച്ച് ഈ സെക്രട്ടേറിയറ്റും മന്ത്രിമാരുടെ വീടുകളും എല്ലാം കത്തിക്കുകയും അവരെല്ലാം മോടി ഒളിക്കുകയും ചെയ്യുന്ന അതിനുശേഷം ഒരു വലിയൊരു പീരീഡിലുള്ള അരാജകത്വം വെച്ച് കഴിഞ്ഞാൽ ഭരിക്കാനൊന്നും ആരുമില്ല എന്നൊരു സ്ഥിതിയിലേക്ക് മൊത്തമായി തന്നെ രാജ്യത്ത് തള്ളിയിട്ടുകൊണ്ടാണ് അത് പോകുന്നത്. ശ്രീലങ്കയിൽ അതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടല്ല, മെയിൻ സ്ട്രീം ആൾക്കാർ മുഴുവനായിട്ടാണത്. ഈ 22-ൽ നടക്കുന്ന വിപ്ലവം സമരം വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ മാത്രമായിട്ടൊരു പ്രക്ഷോഭമായിട്ട് നമുക്ക് കണക്കിലാക്കാൻ കഴിയില്ല. അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, രാജപക്ഷെ ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ തമിഴ് ഈഴവുമായിട്ട് ഉള്ള യുദ്ധത്തിനകത്ത് ജയിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടൊരു എലമെൻറ്റ് ഉണ്ടായി കഴിയുമ്പോഴേക്കും അതിനൊരു ക്ലൗട്ട്, അതിനൊരു ഇത്രയും ആൾക്കാരെ ഒരു എലിമിനേറ്റ് ചെയ്തു എന്നുള്ള ഒരു വലിയൊരു നേതാവിൻ്റെയും ഒരു വീര പരിവേഷത്തോടെയാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അത് അദ്ദേഹം ഉപയോഗിക്കുന്നത് ആ രാജ്യത്തിലെ മുഴുവൻ അധികാര കേന്ദ്രങ്ങളും മുഴുവൻ പിടിച്ചടക്കാൻ, അത് ആ പാർട്ടിയല്ല അത് ഉപയോഗിക്കുന്നത്, അതായത് കുടുംബത്തെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡൈനാസ്റ്റി പോലെയാണ് കാണുന്നത്. അങ്ങനെ ഭരണത്തിൻ്റെ എല്ലാ മേഖലയും അതിഭീകരമായിട്ടുള്ള അഴിമതിയാണ്. എല്ലാ മേഖലയും കൂപ്പുകുത്തുന്നു. വിലക്കയറ്റമാണെങ്കിൽ അത് രൂക്ഷമായ വിലക്കയറ്റം. എന്ത് കാര്യത്തിനും ആൾക്കാർക്ക് വലിയ പൈസ കൊടുക്കേണ്ടി വരുന്നു. നാണയത്തിൻ്റെ വിലയാണെങ്കിൽ അങ്ങനെ ഇടിഞ്ഞ് താന്നു. ഇതിനിടയ്ക്ക് കൃഷിയൊക്കെ പല പല രീതിയിലുള്ള പുതിയ കൃഷിയൊക്കെ അവലംബിച്ച് നോക്കിയിട്ട് അതെല്ലാം വലിയ വലിയ പരാജയമായിട്ട് മാറുന്നു. ഈ പറഞ്ഞ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. അതേസമയം ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായിട്ടും ഉള്ള അഴിമതി തന്നെയാണ്. അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയ എല്ലാവരെയും ഇതുപോലെ ജയിലിലടക്കുകയോ വെടിവെച്ചിടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് അന്നത്തെ ഒരു രാജ്യത്തുണ്ടായിരുന്നത്. 22-ൽ അവസാനിക്കുമ്പോൾ വിദ്യാർത്ഥികൾ മാത്രമല്ല, മുഴുവൻ ആമാലവൃദ്ധം ജനങ്ങളും റോഡിലേക്ക് ഇറങ്ങുകയാണ്. പ്രസിഡന്റിൻ്റെ വീട്ടിലേക്ക് അങ്ങ് ഇരച്ചു കയറി വീടൊക്കെ അങ്ങ് കത്തിച്ച് ഈ സെക്രട്ടേറിയറ്റും മന്ത്രിമാരുടെ വീടുകളും എല്ലാം കത്തിക്കുകയും അവരെല്ലാം മോടി ഒളിക്കുകയും ചെയ്യുന്ന അതിനുശേഷം ഒരു വലിയൊരു പീരീഡിലുള്ള അരാജകത്വം വെച്ച് കഴിഞ്ഞാൽ ഭരിക്കാനൊന്നും ആരുമില്ല എന്നൊരു സ്ഥിതിയിലേക്ക് മൊത്തമായി തന്നെ രാജ്യത്ത് തള്ളിയിട്ടുകൊണ്ടാണ് അത് പോകുന്നത്. ഒരു വിദ്യാർത്ഥി സമരത്തിനപ്പുറത്തേക്ക് അതൊരു രാജ്യത്തിൻ്റെ ക്രോസ് സെക്ഷനാണ്. എല്ലാ സ്ഥലത്തു നിന്നും കൊളംബോയിലേക്ക് അന്ന് വന്നിട്ടുള്ള ജനങ്ങൾ ഈ പറയുന്ന കൊളംബോയിലുള്ള ജനങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് പങ്കെടുത്തിട്ടുള്ള വലിയ സമരമായിട്ടാണ് അതിനെ കാണേണ്ടത്. അതിനൊരു ഈ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തീർച്ചയായിട്ടും അത് ഭരണത്തെ മറിച്ചിടാൻ വേണ്ടി തന്നെയാണ്. അതല്ലാതെ വേറെ മാർഗം ആ ജനതയ്ക്ക് മുമ്പിൽ ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ.